കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ KRDFA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. രണ്ട് ദിവസങ്ങളിലായാണ് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ KRDSA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നത്. രജിസ്ട്രേഷൻ നടപടികൾക്ക് ശേഷം പതാക ഉയർത്തലോടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. പോയ 10 വർഷം ഏതാണ്ട് 9.5 വർഷക്കാലത്തിനുള്ളിൽ 4,60,000 വരുന്ന ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകിയ ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ. അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പ്രതിനിധികൾ. പട്ടയങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാരിന്റെ തീരുമാനം, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കഴിഞ്ഞ ഗവൺമെന്റിൽ സഖാവ് ചന്ദ്രശേഖരനും ഇപ്പോൾ ഈ ഗവൺമെന്റിൽ സഖാവ് K രാജനും വളരെ കൃത്യമായി സമയബന്ധിതമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ KV അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷഫീർ MC രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമ്യ MA അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഖിൽ AJ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി P ശ്രീകുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി വിശ്വംഭരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ മോഹനൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P ഷാനവാസ്, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ബാനം ദിവാകരൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജുരാജ് CK, KRDSA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീജി തോമസ്, റിജേഷ് T എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സജയ് MG പ്രമേയാവതരണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം വത്സൻ KV ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയും മറുപടി പ്രസംഗവും നടന്നു. പിന്നാലെ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിനം വിദ്യാനഗർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഹാളിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂരാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ KRDSA സംസ്ഥാന സമ്മേളനം ജനുവരി 7, 8, 9 തീയതികളിലായി നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.